വയനാട് ലോക്സഭാ മണ്ഡലം രാഹുൽ ഗാന്ധി ഒഴിയുമോ എന്ന കാര്യത്തിൽ സസ്പെൻസിന് വിരാമമാവുകയാണ്. എന്ത് തീരുമാനമെടുത്താലും വയനാടിനും റായ്ബറേലിക്കും സന്തോഷത്തോടെ സ്വീകരിക്കാനാകുമെന്നതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വച്ചിരുന്നത്. വയനാടോ റായ്ബറേലിയോ എന്ന് പല ആളുകളും ഇപ്പോഴും ഊഹാപോഹം നടത്തുകയാണ്. എനിക്കൊഴികെ എല്ലാവർക്കും അതിൻ്റെ ഉത്തരമറിയാം, രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും എല്ലാം അറിയാം എന്നായിരുന്നു രാഹുലിൻ്റെ ഈ വിഷയത്തിലുള്ള പ്രതികരണം. റായ്ബറേലിയാണ് രാഹുലിൻ്റെ തട്ടകം. അതുകൊണ്ട് സ്വാഭാവികമായും വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പിന് സാധ്യത ഏറെയാണ്. അങ്ങനെയെങ്കിൽ സ്ഥാനാർത്ഥിയായി ആര് എന്നതാണ് അടുത്ത കുഴപ്പിക്കുന്ന ചോദ്യം. പ്രിയങ്ക ഗാന്ധി കളത്തിലിറങ്ങുമെന്ന വാർത്തകൾ വന്നിരുന്നു. എന്നാൽ പ്രിയങ്ക ഗാന്ധിക്ക് വ്യക്തിപരമായ ചില കാരണങ്ങൾ കൊണ്ട് മത്സര രംഗത്തേക്ക് ഇറങ്ങാൻ താല്പര്യമില്ല എന്നതായിരുന്നു അവരുടെ ആദ്യത്തെ പ്രതികരണം. മത്സരിക്കുന്നെങ്കിൽ വാരണാസിയിൽ മത്സരിച്ചേനെ. അങ്ങനെയെങ്കിൽ നരേന്ദ്രമോദിയുടെ വോട്ട് ശതമാനത്തിൽ വലിയ ഇടിവുമുണ്ടായേനെ. ഇത്തവണ മോദിക്ക് വാരണാസിയിൽ കടുത്ത മത്സരമാണ് നേരിടേണ്ടി വന്നത്. എന്നാൽ എതിരാളിയായി പ്രിയങ്ക ഗാന്ധി ആയിരുന്നുവെങ്കിൽ മത്സരം ഒന്നുകൂടി കനത്തേനെ. ഇത്തവണ മത്സരത്തിലിറങ്ങാൻ സാധ്യത ഇല്ല എന്ന് തന്നെയാണ് പ്രിയങ്കയുടെ വാക്കുകളിൽ നിന്നും ലഭിക്കുന്ന സൂചന. പ്രിയങ്ക മത്സരിക്കുന്നില്ലെങ്കിൽ പകരമാര് എന്ന ചോദ്യത്തിന് അപ്പോൾ വീണ്ടും സാധ്യതയേറുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് 3ാം സീറ്റ് വേണം എന്ന് മുറവിളി കിട്ടിയിരുന്ന മുസ്ലിം ലീഗ് ഉപതെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തങ്ങൾക്ക് ആ 3ാം സീറ്റ് വേണ്ട എന്ന് തീർത്തു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് സാധ്യത ഏറുകയാണെങ്കിൽ അവിടെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി മത്സരിക്കുകയില്ല എന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ സ്ഥാനാർത്ഥിയാകുക കോൺഗ്രസ് നേതാവായിരിക്കും. എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ സാമൂഹിക സമവാക്യങ്ങളൊന്നും തന്നെ പാലിക്കപ്പെടുന്നില്ല എന്ന വിമർശനങ്ങളും ഉയർന്നിരുന്നു. അങ്ങനെയെങ്കിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ തന്നെ പരിഗണിക്കാനാണ് സാധ്യത. ആ മുസ്ലിം സ്ഥാനാർത്ഥിയെ പരിഗണിക്കുമ്പോൾ ഷാനിമോൾ ഉസ്മാന്റെയും ഷമാ മുഹമ്മദിന്റെയും പേരുകൾ പരിഗണിക്കാനും സാധ്യത ഏറെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷമാ മുഹമ്മദിനെ പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഷമാ മുഹമ്മദ് രംഗത്തെത്തിയിരുന്നു. കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കും വിധത്തിലായിരുന്നു അവരുടെ പ്രതികരണം. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ഷമയുടെ പേര് പരിഗണിക്കാനുള്ള സാധ്യത കോൺഗ്രസിനുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും കോൺഗ്രസിന് മുൻപ് ഏറ്റ വിമർശനങ്ങൾക്കെല്ലാം തന്നെ ഒരു പരിധിവരെ പരിഹാരം കാണാനായി സാധിക്കും. എന്നാൽ അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉയർന്നു കേട്ട പേരുകളിൽ ഒന്നാണ് ഷാനിമോൾ ഉസ്മാന്റേത്. ഷാനിമോൾ ഉസ്മാന്റെ പേര് പരിഗണിക്കുകയാണെങ്കിലും മുസ്ലിം സ്ഥാനാർത്ഥി എന്നതും വനിതാ സ്ഥാനാർത്ഥി എന്നതും പരിഗണിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഒരർത്ഥത്തിൽ ഈ രണ്ട് വനിതകൾക്കും പ്രാധാന്യം ഏറെ ഉണ്ട് എന്ന് തന്നെ പറയാം. എന്നാൽ അതേസമയം തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പേരും ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ അതേസമയം തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ വിവർത്തനം ചെയ്യുന്ന ജ്യോതി വിജയകുമാർ എന്ന വനിതാ നേതാവിനെയും പരിഗണിക്കാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. മാത്രമല്ല KP നൌഷാദിന്റെ പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലി, വയനാട് മണ്ഡലങ്ങളിൽ നിന്ന് ഗണ്യമായ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ റായ്ബറേലിയിൽ തന്നെ തുടരണമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ ആവശ്യം. രാഷ്ട്രീയത്തെ നയിക്കേണ്ട രാഹുൽ ഗാന്ധി വയനാട്ടിൽ തുടരുമെന്ന് നിർബന്ധിക്കാൻ പറ്റില്ല എന്നും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി എല്ലാവിധ ആശംസകളും പിന്തുണയും അദ്ദേഹത്തിന് നൽകണമെന്നും KPCC അധ്യക്ഷനായ K സുധാകരനും പറഞ്ഞിരുന്നു. രാഹുൽ മണ്ഡലം ഒഴിഞ്ഞാൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന ആവശ്യം കേരളത്തിലെ നേതാക്കളടക്കം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ വെച്ചിരുന്നു. പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ സംസ്ഥാനത്തെ സീറ്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തടയാമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടിയിരുന്നു. പ്രിയങ്കയ്ക്കായി ബാനറുകളുമായാണ് പ്രവർത്തകർ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ രാഹുലിന്റെ പരിപാടിക്ക് എത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയോട് റായ്ബറേലിയിൽ മത്സരിക്കാൻ പാർട്ടി നിർദ്ദേശിച്ചുവെങ്കിലും സോണിയാഗാന്ധി രാജ്യസഭാ അംഗവും രാഹുൽ മത്സരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ താൻ മത്സര രംഗത്ത് ഇല്ല എന്ന് വ്യക്തമാക്കി മാറി നിൽക്കുകയായിരുന്നു. രാഹുൽ ഒഴിഞ്ഞാൽ വയനാട്ടിൽ 6 മാസത്തിനകം ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും. പ്രിയങ്ക വയനാട് എത്തിയില്ലെങ്കിൽ പ്രദേശത്ത് ജനപിന്തുണയുള്ള കേരളത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാകും 6 മാസത്തിനിടെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കാനിറങ്ങുക. 2019 അമേഠിയിൽ തോറ്റപ്പോൾ വിജയിച്ച മണ്ഡലം റായ്ബറേലിക്ക് അനുകൂലമായി രാഹുൽ ഗാന്ധി വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും വയനാട്ടിൽ നിന്നുള്ള ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. തന്റെ അന്തിമ തീരുമാനം 2 മണ്ഡലങ്ങളെയും ആളുകളെ സന്തോഷിപ്പിക്കുമെന്ന് രാഹുൽ ഗാന്ധി മുൻപേ പറഞ്ഞു വെച്ചിരുന്നതാണ്. എന്നാൽ അതേസമയം തന്നെ UPയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് അദ്ദേഹം റായ്ബറേലിക്കൊപ്പം പോകുമെന്ന് മിക്കവാറും ഉറപ്പാണെന്ന് വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. 2 മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരും ഇത് സംബന്ധിച്ച് പ്രസ്താവനകൾ നടത്തിയിട്ടുമുണ്ട്. എന്നാൽ അതേസമയം തന്നെ രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പിന് സാധ്യത ഏറും. പക്ഷേ പകരത്തിന് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നില്ല എങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള സ്ഥാനാർത്ഥിയുടെ വിവരങ്ങൾ ഇതുവരെയും നേതൃത്വം പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. അത്തരമൊരു ചർച്ചയ്ക്ക് ഇപ്പോൾ സാധ്യത ഇല്ല എന്ന് തന്നെയാണ് നേതൃത്വത്തിന്റെ വാദം. കാരണം ഉപതെരഞ്ഞെടുപ്പിന് ഇനിയും 6 മാസങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾക്ക് ഇനിയും ഏറെ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചയുടെ ആവശ്യമില്ല എന്നാണ് നേതൃത്വത്തിന്റെ വാദം. എന്നാൽ അതേസമയം തന്നെ വയനാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെയും ഇടതുപക്ഷമാണെങ്കിലും BJP ആണെങ്കിലും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ
പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. അത് ഔദ്യോഗികമായാണെങ്കിലും അനൗദ്യോഗികമായാണെങ്കിലും ഇരു മുന്നണികളുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് സൂചിപ്പിക്കുന്നത് സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് സർപ്രൈസ് ആണോ NDAയുടെ ഭാഗത്തു നിന്നും LDFന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നത്, അതേ സർപ്രൈസ് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തും ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അതായത് കോൺഗ്രസ് കളത്തിലെടുക്കുന്ന ഒത്ത നേതാവിനെ തന്നെയായിരിക്കും LDFന്റെ ഭാഗത്തു നിന്നാണെങ്കിലും NDAയുടെ ഭാഗത്തു നിന്നായാലും കളത്തിലെടുക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ ഗാന്ധിക്ക് ഒത്ത എതിരാളി തന്നെയായിരുന്നു ആനി രാജ. അതേസമയം തന്നെ BJP കളത്തിലിറക്കിയത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ K സുരേന്ദ്രനെയുമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു പോരാട്ടത്തിലേക്ക് വയനാട് ലോക്സഭാ മണ്ഡലം മാറുമെന്നുള്ള നിരീക്ഷണങ്ങൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ അതേസമയം തന്നെ ഇനി ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത ഏറുമ്പോൾ പ്രിയങ്ക ഗാന്ധിയാണോ മത്സരിക്കുന്നത് എന്ന കാര്യത്തിൽ തീരുമാനമായതിനു ശേഷം ഇനി പ്രിയങ്ക ഗാന്ധി അല്ലെങ്കിൽ പോലും ആരാണോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി എത്തുന്നത് ആ സ്ഥാനാർത്ഥിക്ക് ഒത്ത സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥിക്ക് ഒത്ത എതിരാളിയെ തന്നെയായിരിക്കും ബാക്കി ഇരു മുന്നണികളും കളത്തിലിറക്കുക.